ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഹമ്മൂസാണ്. അറബിക് റെസ്റ്റോറൻറ്റിലും ലെബനീസ് റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഹമ്മൂസാണിത്. ഇതിനു വേണ്ടി ഞാൻ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ വെളുത്ത കടല 4 മണിക്കൂർ കുതിർത്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ സമയം കുതിർത്ത് വെക്കാൻ പാടില്ല. 3-4 മണിക്കൂർ മാത്രം കുതിർത്താൽ മതി. കാരണം ഇതിനൊരു ചീത്ത സ്മെല്ല് വരും. ഇത് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കാൻ പോവാണ്. കടല വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതില്ല. അത് പിന്നീട് ഹമ്മൂസ് അരച്ചെടുക്കുമ്പോൾ ചേർക്കാം. ഇത് 2-3 വിസിൽ വരുന്നത് വരെ മാത്രം വേവിക്കുക. ഓവർ കുക്കാവാൻ പാടില്ല. കടല ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ പോയി ഇത് തുറന്ന് നോക്കാം. കടല വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൽ നിന്നും ഞങ്ങൾക്കിത് മാറ്റിയെടുക്കാം. ഈ വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. പക്ഷേ അരച്ചെടുക്കുന്നതിന് മുന്നേ ഈ വെള്ളം നന്നായി തണുപ്പിക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത വെള്ളത്തിൽ മാത്രമേ ഹമ്മൂസ് അരച്ചെടുക്കാൻ പാടുള്ളൂ. തണുത്ത കടല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. 1.5 കപ്പ് കടലയായിരുന്നു ഞാൻ കുതിർത്തത്. ഇതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ തൈന സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഹമ്മൂസ് അരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തണുത്ത വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി തണുത്ത ഐസ് വാട്ടറാണ്. നാല് ടേബിൾ സ്പൂൺ തൈന സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഹമ്മൂസിന് അധികം ഉപ്പ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതലാവാൻ പാടില്ല. ഇനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3/4 ഭാഗത്തോളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ആവശ്യമാണെങ്കിൽ ബാക്കി പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മതിയാവില്ല. ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. ഹമ്മൂസ് ഇവിടെ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി അരച്ചെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് സ്പൂൺ വെച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അരച്ചെടുക്കാം. വീണ്ടും അരച്ചിട്ടുണ്ട്. ഹമ്മൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഞങ്ങൾക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് ഹമ്മൂസ് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ രുചിയേറിയ നല്ലൊരു ഹമ്മൂസാണ്. ഇതിൻ്റെ മുകളിൽ ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒറിജിനൽ അറബിക് ഹമ്മൂസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.